ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ നമുക്ക് വണക്കാൻ പ്രാർത്ഥിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദ്യത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിപ്പിക്കുന്നത് നല്ലതോ? കർത്താവെ, കഴിഞ്ഞ 3 ദിവസങ്ങളായി നിന്റെ സന്നിധിയിൽ നിന്റെ ദയയും നിന്റെ വിശ്വസ്തതയും ഓർത്ത് നിനക്ക് മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം നീ ഒരുക്കി തന്നിട്ടുള്ള അവസരത്തിനായിട്ട് സ്തോത്രം. ഈശോ കേരള മഹായിടവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നീ നടത്തി കർത്താവെ, ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ആത്മാവിൽ ബലപ്പെട്ട് അതിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവപ്രസാദമുള്ളവരായി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിമന്യ തിരുമേനിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പട്ടത്തെ സമൂഹത്തെ നിന്റെ കരങ്ങളിലേക്ക് വെക്കുന്നു. സുവിശേഷന്മാർക്കായും മിഷണറിമാർക്കായും പ്രത്യേകം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശ്വാസി സമൂഹത്തെ നിന്റെ കരങ്ങളിലേക്ക് വെക്കുന്ന കർത്താവെ, പാടുവാൻ നിന്റെ മക്കളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ നടക്കുന്ന എല്ലാ വചന ശുശ്രൂഷകളിലും അവിടുത്തെ സാന്നിധ്യമുണ്ടാകണം. മാനുഷികമായ ശബ്ദമല്ല, ദൈവകൃപയുടെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊള്ള കണ്ടു കിട്ടിയതുപോലുള്ള ഒരനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ഒരു ദിവസം കൂടെ കടന്നു വന്ന് ഒന്നിച്ച് സമയം ചെലവഴിപ്പാൻ ദൈവം എനിക്ക് തന്ന സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ ചെന്നപ്പോൾ എൻ്റെ കൊച്ചുമകൻ എന്നോട് ചോദിച്ചു, ഈ നടക്കാനൊന്നും മേലാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അവർക്കൊക്കെ താല്പര്യമാണോ എന്ന് ചോദിച്ചു. ഒരു 6 വയസ്സുകാരൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ ഒരു താല്പര്യത്തിന് ഒരു കുറവുമില്ല. കാരണം ഞാനത് പറയാനായിട്ടുള്ള കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് മേച്ചാലിലേക്ക് വാഹന സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് മേച്ചാലി നടക്കുന്ന കൺവെൻഷനിൽ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ചത് വലിയ കുഞ്ഞപ്പി ഉദ്ദേശിയാണ്. അദ്ദേഹത്തിന് ഒട്ടും നടക്കാൻ ഒക്കത്തില്ല, എന്നേക്കാൾ ഒക്കെ ഒരുപാട് വണ്ണമുള്ള ഒരാളാണ്. അപ്പോൾ 3 ലെവൽ വന്നിട്ട് ഒരു കസേറയിൽ എടുത്തുകൊണ്ട് കർത്താവിൽ പ്രസിദ്ധനായിട്ടുള്ള KS ഡാനിയലച്ചനും ഒക്കെ കൊണ്ടുപോയി ഒരാഴ്ച ആഴത്തേക്കുള്ള മീറ്റിങ്ങിനാണ് മേച്ചാലിൽ കുഞ്ഞപ്പി ഉദ്ദേശി ചെന്നത്. പക്ഷേ അത് 10 ദിവസത്തേക്ക് നീട്ടിയൊക്കെ നടത്തി വളരെ കാര്യമായിട്ട് സംരക്ഷിച്ച ഒരവസ്ഥ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ചുമന്ന അവരുടെ കുഞ്ഞപ്പി ഉദ്ദേശിയെ ചുമന്നവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതും പല രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടതും അവരുടെ ഭവനങ്ങളിലൊക്കെ ചെന്ന് പാർക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് അവസരം തന്നതൊക്കെ ഞാൻ ഓർത്ത് ആ കാലങ്ങളിലും സ്തുതിക്കാറുണ്ട്. ഞാൻ ഈ ചരിത്രം എൻ്റെ കൊച്ചുമകനോട് പറഞ്ഞു. അപ്പോൾ ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട്, അതൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പുറമേ ഉള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ള മനുഷ്യന് ഒരു കുറവുമില്ല. അത് ദിനം പ്രതി ദൈവം ബലപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഓരോ ദിവസങ്ങളിലും ഇവിടെ വളരെ ശക്തമായ ദൈവവചന ശുശ്രൂഷയാണ് നടക്കുന്നത്. കർത്താവിൽ പ്രസിദ്ധനായിട്ടുള്ള മോത്തി വർക്കിയച്ചന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നു. ഒരുപാട് വിധമായിട്ടുള്ള പുസ്തകങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു കർത്തദാസനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ കേട്ടിട്ടുള്ളവർക്ക് വളരെ പ്രയോജനപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യും. ഇന്ന് KG ഡാനിയൽ തിരുമേനിയോടുകൂടെ ചേർന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുമേനി അധ്യക്ഷനായിട്ടിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ കൺവെൻഷൻ്റെ ആ ദിവസങ്ങൾ ഞാൻ മറ്റൊരു പ്രോഗ്രാമിലേക്കും പോകാറില്ല. ഒരു ദിവസം ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ മംഗലാപുരത്തുള്ള ജാപ്പുയിലുള്ള പള്ളിയിൽ CSI പള്ളിയിലെ കൺവെൻഷന് പങ്കെടുക്കുമ്പോഴാണ് തിരുമേനി എന്നെ വിളിക്കുന്നത്. അപ്പോൾ രാത്രി ഏതാണ്ട് ഒരു 8 മണി കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്ക്, ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മഹായിടവകയുടെ കൺവെൻഷന് വന്ന് സംസാരിക്കാനായിട്ട് എത്തണമെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പ്രസംഗിച്ചിട്ട് ഇവിടുന്ന് പോയതുമാണ്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ആ രാത്രി തന്നെ ട്രെയിനിൽ യാത്ര ചെയ്ത് ഇവിടെ വരുവാനായിട്ടിടയായി. അപ്പോൾ അതിൻ്റെ കാരണം തിരുമേനിക്ക് എൻ്റെ മേലുള്ള ആ സ്നേഹം, അതിൻ്റെ ഫലമായിട്ടാണ് ആ ദിവസങ്ങളിലൊക്കെ എന്നെ പ്രത്യേകമായിട്ട് കരുതുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. കൊച്ചമ്മയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഫ്രാൻസിസ് തിരുമേനിക്കായിട്ടും ഒക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. നമ്മുടെ ഈ വർഷത്തെ പ്രത്യേകമായിട്ടുള്ള ചിന്ത
അപ്പോൾ ആത്മാവിൽ ആരാധിക്കുക, ദൈവപ്രസാദം. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ചിന്തകളൊക്കെ ഓരോന്നായിട്ട് കടന്നു പോവുകയാണ്. നിർബന്ധമായും ഒരു ചിന്താവിഷയം എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കേണ്ടത് പ്രസംഗത്തിന് വരുന്നവരുടെ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നാണ് ഈ ചിന്താവിഷയത്തിന് ആധാരമായിട്ടുള്ള വാക്യം മഹായിടവക തെരഞ്ഞെടുത്തത്. എന്താണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിനുള്ള പ്രത്യേകത? അത് നമുക്കറിയാം. ശമരിയ സ്ത്രീയെ കാണുന്ന ഒരു സന്ദർഭമാണ്. എന്തുകൊണ്ടാണ് ഈ ശമരിയ പട്ടണത്തിന്റെ അടുത്ത് ഈ സ്ത്രീയുടെ അടുത്തേക്ക് കർത്താവ് കടന്നു ചെന്നു? 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. അതായത് ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ മസ്റ്റ് ഗോ ത്രൂ ശമരിയ. നിർബന്ധമായും ശമരിയയിൽ കൂടെ കർത്താവിന് കടന്നു പോകേണ്ടി വന്നു. ശമരിയ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒമ്രി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശേമരിൽ നിന്ന് 2 ശേക്കൽ വെള്ളിക്ക് ഈ സ്ഥലം വാങ്ങിച്ച് ഒരു പട്ടണം പണിതു. ആ പട്ടണത്തിന് ശമരിയ എന്ന് പേരിട്ടു. ആ സ്ഥലത്തിൻ്റെ പഴയ യജമാനന്റെ അല്ലെങ്കിൽ ഉടമസ്ഥന്റെ പേരിൽ, ശേമരിന്റെ പേരിലാണ് ശമരിയ എന്ന് അതിന് പേരിട്ട്. അന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 10 ഗോത്രങ്ങളുടെ തലസ്ഥാനമായിട്ട് ഈ ശമരിയ മാറി. അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇസ്രയേലിന്റെ ദൈവത്തെ വിട്ടകന്നു. അല്ലെങ്കിൽ ഇരമ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്റെ ജനൻ 2 ദോഷം ചെയ്തു, വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചു. അങ്ങനെ ദൈവത്തെ വിട്ടകന്ന് അവര് സ്വന്തം ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. നമ്മൾ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിലും അതുപോലെ തന്നെ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലും ഒക്കെ കണ്ടെത്തുന്ന കാര്യമുണ്ട്. ഈ ശമര്യയില് അവർ അന്യദൈവങ്ങളെ സേവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരുടെ മധ്യത്തിലേക്ക് സിംഹങ്ങളെ അയച്ചു എന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ആ സിംഹങ്ങൾ വന്നപ്പോൾ അവരെ ആക്രമിച്ചപ്പോൾ അവര് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു. ശമര്യയിൽ ഒരു പ്രവാചകൻ വന്ന്, ഒരു പുരോഹിതൻ വന്ന് താമസിച്ചിട്ട് ദൈവത്തെ എങ്ങനെയാണ് ഭജിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് അവർക്കതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രധാനമായിട്ടുള്ള കാരണമുണ്ട്. അവരെന്ത് ചെയ്തെന്നറിയാമോ? ഓരോ ജാതിക്കാരവിടെ വന്ന് പാർത്തിരുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഓരോ ദൈവങ്ങളെ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കുകയും അവർ പറയുന്നത് എന്താണ്? അവർ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ യഹോവയാണ് ഭജിക്കുന്നത്, പക്ഷെ ഈ ദേവന്മാരെയാണ് സേവിച്ചു കൊണ്ടിരുന്നത്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചെന്നറിയാമോ? പിതാക്കന്മാർ ചെയ്ത് പുത്രന്മാരും അവരുടെ കൊച്ചുമക്കളും എല്ലാം ഇതനുസരിച്ചു. ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് പറഞ്ഞ് അന്യദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുതെന്ന് പറയുന്ന ആ കൽപ്പന കൊടുത്ത ദൈവത്തെ വിട്ടകന്ന് തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ചിലതിനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്കവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെ അല്ല ഇന്ന് പലപ്പോഴും നമ്മൾ കണ്ടെത്താറായിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ജേർണലിസ്റ്റായിട്ടൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് വരുന്നതായിട്ടുള്ള ആൾക്കാരൊക്കെ പലതരത്തിലുള്ള മാഗസിനുകളൊക്കെ അവിടെ വരാറുണ്ട്. അവർ ചിലരൊക്കെ വന്ന് ഈ മാഗസിനുകൾ എടുത്തിട്ട് നോക്കും. ചിലരത് ഇങ്ങനെ പേജുകൾ മറിച്ചിട്ട് അവർ ചിരിക്കും. വേറെ ചിലർ ഒരു ദീർഘനിശ്വാസം വിടും. അപ്പോൾ ഇവർ മറിച്ച് ചിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാള് എന്താണ്? തിരുവാതിരയാണല്ലേ? അപ്പോൾ അവർ ചോദിക്കും, എങ്ങനെ മനസ്സിലായി? അതുപോലെ തന്നെ ദീർഘശ്വാസം വിടുന്നവരോട് ചോദിക്കും, പൂരുരുട്ടാതിയാണ് നാളല്ലേ? കാരണം ഇത് ആ പത്രത്തിൻ്റെ അല്ലെങ്കിൽ മാഗസിൻ്റെ അകത്ത് വരുന്ന പേജിൻ്റെ ഗണമനുസരിച്ച് ഒരു ഊഹം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ഈ ആഴ്ച ദോഷം, ബുധനാഴ്ച യാത്ര പോലും അരുത് എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അത് കണ്ടിട്ടാണ് ഈ മനുഷ്യൻ ദീർഘശ്വാസം വിട്ടിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ നാളാണോ നിന്നെ പോറ്റുന്നത്? ഈ ലോകത്തെ സൃഷ്ടിച്ച സ്വന്തം സാദൃശ്യത്തിൽ ദൈവം നിന്നെ അവൻ്റെ കൈകൊണ്ട് മെനഞ്ഞു. മറ്റേതൊക്കെ വാക്കുകൊണ്ടാണല്ലോ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള ദൈവത്തെ വിട്ടകന്നു പോയ ഒരു പ്രദേശം, ആ പ്രദേശത്തെ എന്തിനു വേണ്ടിയിട്ടാണ് യേശു കർത്താവിനെ അവിടേക്ക് അയച്ചത്? യേശു കർത്താവിൻ്റെ വരവിൻ്റെ അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയ ശമരിയക്കാരെ തെരഞ്ഞെടുത്തൊക്കെ ചെന്ന് കാണുക, അവരെ മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിച്ച യേശു കർത്താവ് ശമരിയിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നു ഈ മലയിലാണ് നിങ്ങൾ ആരാധിക്കുന്നത്.
അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ മലയിലുമല്ല ആ മലയിലുമല്ല, ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിൽ ആരാധിക്കാൻ കൊള്ളാവുന്ന, പിൻപറ്റാൻ കൊള്ളാവുന്ന ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവും ലോകത്തിന്റെ രക്ഷിതാവുമായ യേശു എന്ന് ഈസ്റ്റ് കേരള മഹായിടവക അടിവരയിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ ദൈവത്തെ ആരാധിക്കുന്നവന്റെ ആ വിശേഷത എന്താ നമ്മൾ കാണുന്നത്? ഞാനതിന് ഇന്ന് പകലിലത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 55-ഉം 56-ഉം വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 55, 56 വാക്യങ്ങൾ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി സ്വർഗത്തിലോ ദൈവത്തിന്റെ മഹത്വം നിൽക്കുന്നത് കാണുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥ. യഥാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആരാധനയുടെയും പരിശുദ്ധാത്മാവ് നിറവിന്റെയും ഒരു പ്രത്യേകമായ ചിത്രമാണ് ഇവിടെ നമുക്ക് ദൈവം കാണിച്ചു തരുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 2 കൂട്ടം ആൾക്കാരാണ് അവിടെ ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നത്, അല്ലെങ്കിൽ യേശു കർത്താവിനെ സ്വീകരിച്ചിട്ടുള്ളവർ. ഒരു കൂട്ടർ യവനന്മാർ, ഗ്രീക്കുകാർ, മറ്റേ കൂട്ടർ എബ്രായരായിട്ടുള്ള ആൾക്കാർ. ഇവർ തമ്മിൽ എപ്പോഴും ഒരു ശീത സമരം അവരുടെ ഇടയിലുണ്ട്. ആ ശീതസമരത്തിന്റെ മധ്യത്തിൽ അവർ പലപ്പോഴും ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെന്ത് ചെയ്യുന്നറിയാമോ? വിധവമാരായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഈ എബ്രായക്കാരായിട്ടുള്ള ആൾക്കാർ പുറകിലാണെന്ന് അവർ മറ്റവർ മനസ്സിലാക്കി. അവർക്ക് വലിയ വേദനയായിപ്പോയി. യവനന്മാരായിട്ടുള്ള ആൾക്കാര് അവരുടേതായിട്ടുള്ള തലമുറകളെ തള്ളിക്കളയുന്നത്, അവരുടെ സഹായം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സഹായം എത്തിക്കാത്തതായിട്ടുള്ള കാര്യം അവർക്ക് വലിയ പ്രയാസമായി. അവർ അപ്പോസ്തലന്മാരുടെ അടുത്തേക്ക് കടന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, സാധാരണഗതിയിൽ ഞാൻ പണ്ട് കേട്ട ഒരു കഥയുണ്ട്. ആ കഥ ഇപ്രകാരമായിട്ടുള്ളതാണ്. ഒരിക്കൽ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് അന്ന് രാവിലെ ഭാര്യയുമായിട്ട് പിണങ്ങിയിട്ടാണ് ഓഫീസിലേക്ക് വന്നത്. അപ്പോൾ ആ പരേഡ് നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്തോ ഒരു കുറവ് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥന്റെ നേരെ ഷൗട്ട് ചെയ്തു. ആ ഉദ്യോഗസ്ഥൻ അയാളുടെ താഴെയുള്ള ആളിന്റെ നേരെ ഷൗട്ട് ചെയ്തു. അങ്ങനെ ഷൗട്ട് ചെയ്ത് വഴക്ക് പറഞ്ഞിങ്ങ് വന്നു കഴിഞ്ഞ് അവസാനം ഒരു സാധാരണ പട്ടാളക്കാരൻ്റെ അടുത്ത് എത്തി. ആ പട്ടാളക്കാരന്റെ നേരെ ഇവരെല്ലാം കൂടെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുതിര കയറുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോ ഇയാൾക്ക് അയ്യുടെ താഴെ ആരുമില്ല. പിന്നെ ആകെപ്പാടെ ഇയാൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത് ഒരു പട്ടി കിടക്കുന്ന കണ്ടു. കാലുമടക്കി ഇയാളുടെ ഷൂസ് കൊണ്ട് ആ പട്ടിക്ക് ഒരു തട്ട് തട്ടി അയാൾ വിജയിച്ചെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ പ്രയാസം മാറ്റിയെന്നാണ് ഈ കഥയിൽ പറയുന്നത്. ഇപ്രകാരം തന്നെയാണ് ഇവിടെയും നമ്മൾ കണ്ടെത്തുന്നത്. അതായത് തമ്മിൽ ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടെന്ന് വരികിൽ സാധുക്കൾക്കായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ തടസ്സമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വേർകൃത്യം കാണിക്കുന്ന അവസരം ഇത് കണ്ടു കഴിഞ്ഞായിട്ടുള്ളപ്പോഴാണ് അവരെ അപ്പോസ്തലന്മാരുടെ അടുത്ത് വന്നിട്ട് അവരോട് പറഞ്ഞു. ഇപ്രകാരമായിട്ട് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരുടെ മറുപടി എന്താ? ഞങ്ങള് പക്ഷെ പ്രാർത്ഥനയും വചന ശുശ്രൂഷയിലും മാത്രം ഉറ്റിരിക്കും. ഈ ഭക്ഷണം വിളമ്പുന്നതൊന്നും ഞങ്ങളുടെ ജോലിയല്ല. ഞാൻ പറയട്ടെ, കർത്താവിന്റെ ദാസന്മാരെ വിളിച്ചിട്ടുള്ളത് വേദപുസ്തകം അനുസരിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു, പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും. അതിന് പകരം ഞങ്ങൾ ഭക്ഷണം വിളമ്പാൻ പോയാൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ജോലിയിൽ ഒരു തടസ്സം ഉണ്ടാകും. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വാസ്തവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് അറിയാമോ? നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, വചന ശുശ്രൂഷ, ദൈവവചന ശുശ്രൂഷയിൽ ഉച്ചിരിക്കുന്ന അവസരം. ദൈവത്തിന്റെ വചനം അത് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരെങ്കിലും നേരത്തെ എഴുതിയിട്ടുള്ള ഒരു പ്രസംഗം എടുത്ത് പ്രസംഗിക്കുകയല്ല.
അതുകൊണ്ട് ഒരു നിങ്ങളിങ്ങനെ ഒന്നാമതേ അങ്ങുവിങ്ങിയും ചെതറിയായിരിക്കുന്നത്, പിന്നെ ഒരു നാട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ സെക്രട്ടറിയാച്ചായിരിക്കുന്നു. അതിനൊരു മാറ്റമുണ്ടാക്കി ഈ വെള്ളം ചെല്ലുന്നിടത്തൊക്കെയും എന്ത് ചെയ്യണം? ജീവനുള്ള അതായിട്ട് ചലിക്കുന്നവരായിട്ട് ചെയ്യണം. അപ്പം ചലിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. നമ്മുടെ പൈതൃകം അതാണ്. ഈസ്റ്റ് കേരള മഹായിടവക അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം. വന്നു കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഒന്നാമത് ഉച്ച കഴിഞ്ഞുള്ള യോഗം ഇച്ചിരി പ്രയാസമുള്ള യോഗമാണ്. നല്ല ചാപ്പാടാണ് കിട്ടുന്നതെന്നാണ് എൻ്റെ അറിവ്. അത് കഴിയുന്ന ഉടനെ അതിൻ്റേതായിട്ടുള്ള ശാരീരിക ക്ഷീണമുണ്ട്. പിന്നെ എല്ലാവർക്കും ഡയബറ്റിക്കും മറ്റുള്ളതും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഗുളിക കൂടെ കഴിക്കുന്നതുപോൽ അതിൻ്റെ ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ കുറച്ച് സമയത്തേക്ക് നമുക്കതൊന്ന് മാറ്റിവെക്കാം. യഥാർത്ഥമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. എന്നിട്ട് അപ്പോസ്തലന്മാർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആ ആത്മാവുള്ളവരും ജ്ഞാനമുള്ളവരും നല്ല സാക്ഷ്യമുള്ളവരുമായ 7 പുരുഷന്മാരെ തെരഞ്ഞെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായിരിക്കണം. ആത്മാവിൻ്റെ അത്യന്ത ശക്തി അവരുടെ മേൽ കടന്നു വരണം. അത് ആത്മാവിൻ്റെ ശക്തി ഇല്ലാത്തവൻ ഒരു പ്രവർത്തനത്തിനും പോകാൻ പറ്റത്തില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് നമുക്കറിയാം ബെഥാന്യയിൽ നിന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം അവസാന അധ്യായം അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ബെഥാന്യയുള്ളവരെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിക്കുകയിൽ സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ ബെഥാന്യയിൽ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തത്. എന്നാൽ ലൂക്കോസ് തന്റെ 2-ാമത്തെ പുസ്തകം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ ആ യാത്രയ്ക്ക് തൊട്ടു മുമ്പുള്ള സംസാരം കൂടെ ആ കർത്താവ് അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർക്കണം. ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. അപ്പോൾ ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിച്ചവനാണ് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യം ആത്മാവുള്ളവനായിരിക്കണം, ജ്ഞാനമുള്ളവനായിരിക്കണം. ഈ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, ജ്ഞാനമായവൾ ഒരു വീട് പണിതു. യഥാർത്ഥത്തിൽ അവളെന്നൊന്നും മൂലഗ്രന്ഥത്തിലും ഒന്നുമില്ല, വിശുദ്ധമാണ്. അപ്പോൾ മലയാളത്തിൽ നമുക്കറിയാം പല വാക്കുകളും നമുക്കില്ലായിരുന്നു. ആ ഇല്ലായിരുന്ന വാക്കുകൾ നമ്മൾ തന്നെ മെനഞ്ഞതാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പട്ടണം മേനവൻ എന്നുള്ളൊരു വാക്കുണ്ട്. അങ്ങനെ ഒരു വാക്ക് മലയാള ഭാഷയിലില്ല. അത് ഇങ്ങനെ എഴുതി വന്നതാ. എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ഈ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയപ്പോൾ മലയാള വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തത് ചാത്തുമേനോൻ അല്ലെങ്കിൽ നമ്മുടെ ഫെൻതിരുമേനിയുടെ ഒരു വല്യപ്പച്ചനായിരുന്നു. അദ്ദേഹം പിന്നീടാണ് ക്രിസ്ത്യ വിശ്വാസത്തിലേക്കൊക്കെ വന്നത്. അപ്പം ടൗൺ ക്ലാർക്ക് എന്ന് എഴുതിയിട്ടുള്ളത് കണ്ടപ്പോൾ അന്ന് ഈ പരിഭാഷയ്ക്കിരുന്ന അവസരത്തിൽ അദ്ദേഹം അതിന് നോക്കിയപ്പോൾ ഒരു പ്രത്യേകമായ ഈ ടൗൺ ക്ലാർക്കിന് പറ്റിയൊരു മലയാള വാക്കില്ല. അന്നത്തെ കാലത്ത് ക്ലർക്കിന്റെ പണിയൊക്കെ ചെയ്യുന്നത് മേനോൻ എന്ന് പറയുന്ന ഒരു സമൂഹമാണ്, ഒരു ജാതിയാണ്. അദ്ദേഹം പറഞ്ഞു മേനോന്റെ ആണ്, അതായത് പട്ടണത്തിലെ മേനവൻ, പട്ടണത്തിന്റെ അകത്തെ ക്ലർക്ക് എന്നുള്ള അർത്ഥത്തിലാണ്, അങ്ങനെയാണ് വന്നത്. ഇതുപോലെ ഇന്നും മലയാള ഭാഷ വളർന്നുകൊണ്ടിരിക്കുന്ന ഭാഷയാണല്ലോ. അപ്പോൾ ഏതും ആകട്ടെ, നമ്മളിവിടെ കണ്ടെത്തുന്നത് എന്തെന്നറിയാം, ജ്ഞാനം തനിക്കൊരു വീട് തീർത്തു, 7 തൂണുകൾ. അവിടെ നമ്മൾ പലപ്പോഴും ചിന്തയിലും ഒക്കെ എടുക്കാറായിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യന്റെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ജ്ഞാനം. ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ചവർക്ക് മാത്രമേ യഥാർത്ഥമായി മുന്നോട്ട് പോകുവാൻ ഈ ലോകത്തിലെ ഏത് കാര്യങ്ങൾക്കും അപ്പുറം കടക്കാൻ സാധിക്കത്തുള്ളൂ. ഉദാഹരണത്തിന് നമുക്കറിയാം പത്രോസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ. അദ്ദേഹം ദ്രുതഗതിക്കാരനാണ്. ഏത് കാര്യത്തിനും മുന്നിൽ കയറി അഭിപ്രായം പറയാറായിട്ടുണ്ട്. അദ്ദേഹം വലയൊന്നും വീശാൻ നന്നായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. കർത്താവ് പറഞ്ഞു കൊടുത്തിട്ടാണ് ആഴത്തിൽ നീക്കാനും വലത്തുവശത്ത് വീശാനും ഒക്കെ തുനിയുന്നതും അങ്ങനെ അദ്ദേഹം വിജയിക്കുന്നതുമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിൽ വന്നപ്പോൾ, അതിനു മുമ്പ് കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്,
പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ആദ്യത്തെ പ്രസംഗം വിശുദ്ധ പത്രോസിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചത്. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിന്റെ കയ്യിൽ തരുന്നു. ആ താക്കോൽ എന്ന് പറയുന്നത് സുവിശേഷമാണ്. ആ സുവിശേഷം കൊണ്ട് മാത്രമേ ജനത്തെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം ജനത്തോട് പ്രസംഗിച്ചത് അതവിടെ മാത്രമല്ല, കൊർന്നല്യോസിന്റെ വീട്ടിലും ജാതികളുടെ ഇടയിലും അവിടെ വരും സുവിശേഷം അറിയിക്കുന്നത് വിശുദ്ധ പത്രോസാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പത്രോസിനെ സംബന്ധിച്ച് നമ്മളിവിടെ കണ്ടെത്തുന്നത് എന്തെന്നറിയാമോ? പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അവൻ സംസാരിക്കുന്ന അത് നമ്മൾ കാണുന്നത് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ എടുത്തിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിലെടുക്കപ്പെട്ട ഈ ദൈവദാസൻ സാർവദേശീയ സഭകൾക്ക് ദൂതെഴുതുന്ന അവസരത്തിൽ ഇപ്രകാരം എഴുതി. അതായത് ഭൂമിയുടെ അവസാനത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം. അദ്ദേഹം പറഞ്ഞു, മൂലപദാർത്ഥങ്ങൾ വെന്തഴിയും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിയും. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആ കാലഘട്ടങ്ങളിലുള്ളവരെല്ലാം വേദപുസ്തകത്തെ എതിർത്തു, പത്രോസിനെ എതിർത്തു. കാരണം എന്താ? അങ്ങനെ നടക്കത്തില്ല. അന്ന് വരെ ഉണ്ടായിരുന്ന 1992 വരെയുള്ള ഡിക്ഷണറികളിലെല്ലാം എലമെന്റ് എന്നുള്ള പദത്തിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, ഒരു നിർവചനമേ ഉള്ളൂ. ആൻ എലമെന്റ് ഈസ് ആൻ അൾട്ടിമേറ്റ് ഫാക്ടർ. ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ, മൂലകം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും അത് വിഭജിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവര് എഴുതി വെച്ചത്. എന്നാൽ 1992 ഡിസംബർ മാസം 2-ാം തീയതി എൻറിക്കോ ഫെർമി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അത്യുഗ്രമായ ചൂട് മൂലകത്തിലേക്ക് കയറ്റി. മൂലകം വിഭജിക്കപ്പെട്ടു. ഇലക്ട്രോണെന്നും ന്യൂട്രോണെന്നും പ്രോട്ടോൺ എന്നുള്ള പേരിൽ 3 ആയിട്ട് കുറഞ്ഞപക്ഷം അതിനെ വിഭജിച്ചതായിട്ടുള്ള ചരിത്രം നമുക്കറിയാം. ഇന്ന് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഇലക്ട്രോണിന്റെ ഭാഗങ്ങളായിട്ട് ഇതൊക്കെ പഠിക്കാറായിട്ടുണ്ട്. ഞാൻ പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, ഈ 1902 വരെയും ഈ പത്രോസ് എഴുതിയ വചനം ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് എഴുതിയിട്ടുള്ളത് തെറ്റാണെന്ന് പറഞ്ഞ സമൂഹത്തിന്റെ വായടച്ചുപോയി. കാരണം പത്രോസിന്റെ മേൽ വ്യാപരിച്ചിരുന്ന പരിശുദ്ധാത്മാവ് കൊടുത്ത ജ്ഞാനത്തിന്റെ അവസ്ഥ. ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ അവൻ എങ്ങനെയാണ് ജ്ഞാനം കിട്ടുന്നത്? എന്തിനാ ഏറെ പറയുന്നു? വേദപുസ്തകത്തിൽ നമ്മൾ ഒരു വാക്യം വായിക്കുന്നുണ്ട്. അവിടെ ശലോമോൻ പറഞ്ഞു, എന്താണെന്നറിയാമോ? വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അവൻ എന്ത് ചെയ്യുന്നു? അണിയണിയായിട്ട് പുറപ്പെടുന്നു. അപ്പൊ ശലോമോൻ അത്രയും ജ്ഞാനി വേറെ ആരുമില്ല. ആ ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ പറയുന്നത് എന്താണ്? ഈ ലോകത്തിൽ വെട്ടുക്കിളി എന്ന് പറയുന്ന ആ ജീവിക്ക് രാജാവില്ല. പക്ഷെങ്കിൽ യോവേൽ പ്രവാചകനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ദൈവത്തിന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞവന് മാത്രമേ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം കിട്ടത്തുള്ളൂ. ലോകത്തിന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ജ്ഞാനം അത് കണ്ടെത്തണം. അതിന് പ്രധാനമായിട്ട് വേണ്ടുന്നത് എന്താണ്? ദൈവവചനം. ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കണം. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, യഹോവേ, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞാൻ സങ്കടത്തോടെ പറയട്ടെ, വേദപുസ്തക പഠനം അല്ലെങ്കിൽ വായന വളരെ ചുരുക്കമാണെന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇന്ന് ആ ക്യാപ്സ്യൂൾ ടൈപ്പിൽ ഏതെങ്കിലും 1-2 വാക്യങ്ങൾ വായിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളികളിലെ ആരാധനയിൽ ഒരു 15 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അത് ബുദ്ധിമുട്ടാണ്. ദൈവവചനമറിയാതെ എങ്ങനെയാ ജനത്തിന് വിടുതലുണ്ടാകുന്നത്? വചനം അയച്ചാണ് സൗഖ്യം കിട്ടുന്നത്. വചനമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും വേദനകളുടെയും മധ്യത്തിൽ നമ്മളെ വാസ്തവമായി നടത്തുന്നത്. എൻ്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ എന്ന് വരികിൽ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ ദൈവവചനത്തോട് നമുക്ക് എത്രയധികമായി പ്രതിബദ്ധത പുലർത്തുവാൻ സാധിക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ ഈ 41ാമത് കൺവെൻഷൻ ആത്മാവിന്റെ ശക്തിയിൽ ദൈവവചനത്തിലേക്ക് കടന്നു വരണം. ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കണം. ആ ഭക്ഷിക്കുന്നവനാണ് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനമുള്ളത്. ലോകത്തിന്റെ ജ്ഞാനം ഒക്കെ തെറ്റിപ്പോകാം.
ഈ പാരീസിലേക്ക് പോയാൽ ലോവറിന്റെ ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ഉണ്ട്. അതിൽ ആകെപ്പാടെയുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ PhD ഒക്കെ കൊടുത്തിട്ടുള്ള ഒരുപാട് തീസിസുകൾ, അത് ഒടുവിൽ അത് തെറ്റാണെന്ന് കണ്ട് അത് ഇവരെ കൊടുത്ത യൂണിവേഴ്സിറ്റികളൊക്കെ അതിനെ നിരസിച്ചു. ആ നിരസിക്കപ്പെട്ട തീസിസുകളുടെ ഒരു വലിയ ശേഖരമാണ്. അത് ഒരു ചെറിയ മുറിയൊന്നുമല്ല. എൻ്റെ ഉദ്ദേശം നമ്മുടെ ഈ കാഞ്ഞിരങ്കവല വരെ അതിന് നീളമുള്ള ഒരു വലിയ കെട്ടിടത്തിൻ്റെ അകത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ശരിയെന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ ശാസ്ത്ര സത്യങ്ങൾ തെറ്റാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ആ വചനത്തിൽ വേരൂന്നിയിട്ട് ആരാണോ അതിനെ കണ്ടെത്തിയിട്ടുള്ളത് അവർക്ക് മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് 8-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും, അത് ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിൽ എഴുതിയിട്ടുള്ളത് പാസ് ഓഫ് ദ സീ എന്നാണ്, സമുദ്രത്തിലെ വഴിത്താരകൾ. അപ്പോ മാത്യു ഫൗണ്ടൻ മോറി എന്ന് പറയുന്ന ഒരു ഈ സമുദ്ര ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഗവേഷണങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞപ്പോൾ വേണ്ട രീതിയിൽ തൻ്റെ ശരീരം സൂക്ഷിക്കാതിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം രോഗാവസ്ഥയിലായി. ആ രോഗാവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമാണ് വേദപുസ്തകം വായിക്കണമെന്നുള്ളത്. അപ്പോൾ തൻ്റെ മകനോട് പറഞ്ഞു, എന്നെ നീ വേദപുസ്തകം വായിച്ചൊന്ന് സഹായിക്കണം. വേദപുസ്തകം കയ്യിലെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് നീ അതൊന്ന് എടുത്തെന്നെ വായിച്ച് കേൾപ്പിക്കണം. ആ മകൻ കേൾപ്പിച്ചത് 8-ാം സങ്കീർത്തനമാണ്. മാത്യു ഫൗണ്ടൻ മോറി പറഞ്ഞു, നീ നിർത്തിക്കാട്ടു കുഞ്ഞെ, ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു. അവനത് വായിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനത്തിൻ്റെ അകത്ത് സമുദ്രത്തിൽ കൂടെ യാത്ര ചെയ്യുന്നതിന് വഴിയുണ്ടെന്ന് പറഞ്ഞാൽ വഴിയുണ്ട്. അദ്ദേഹം ആ വാക്യം വെച്ചുകൊണ്ട് തന്നെ ഗവേഷണം നടത്തി. ഇന്ന് സമുദ്രമാർഗങ്ങളിലെ കപ്പൽ ചാലുകൾ കണ്ടെത്തിയത് ദൈവവചനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ്. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് എത്ര ദിവസങ്ങൾ വേണേലും പറയാൻ തക്കവണ്ണം സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം പറയുന്നു, ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുത്തവരെങ്ങനെയായിരിക്കണം? അവൻ ആത്മനിറവുള്ളവനായിരിക്കണം, അവൻ ദൈവിക ജ്ഞാനമുള്ളവനായിരിക്കണം, അവനൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. അത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അവിടെ പറയുന്നുണ്ട്, കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഒത്തിരി ഗുണങ്ങളുണ്ട്. നന്നായി ധർമ്മം കൊടുക്കുന്നവനായിരുന്നു, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേശത്ത് നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു. ആ സാക്ഷ്യം ഉള്ള ഒരവസരം നമ്മൾ കണ്ടെത്തണം. നമ്മളെക്കുറിച്ച് നമ്മുടെ മക്കൾ എന്ത് സാക്ഷ്യം പറയും, ഭാര്യ എന്ത് സാക്ഷ്യം പറയും, അയൽവക്കക്കാരെന്ത് സാക്ഷ്യം പറയും, നമ്മുടെ കൂട്ടായ്മ സഭയിലുള്ളവരെന്ത് സാക്ഷ്യം പറയും? ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരെങ്ങനെയാ പറയുന്നത്? കൊർന്നല്യോസിനൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു നദനിയേലിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിൽ ഒരു കപടവുമില്ല. ചിലരെ കുറിച്ചൊക്കെ അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സാക്ഷ്യം മറ്റുള്ളവർ അവരെ, നമ്മൾ വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നെന്ന്. വേദപുസ്തകമായിട്ട് ബന്ധമൊന്നുമില്ല. അതങ്ങനെ പറഞ്ഞ് ഇപ്പോഴും അങ്ങനെ ഇല്ലയോ എന്ന് ചോദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്നാൽ നമ്മുടെ സാക്ഷ്യം കണ്ടിട്ട് എത്ര പേരുണ്ട്? ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഈ പല്ലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഡെൻ്റൽ സർജനായിരുന്നു. ആ വല്യപ്പച്ചൻ ഡെൻ്റൽ സർജനായിരുന്നു. അപ്പോൾ ഈ കൊച്ചുമകന് ഈ പല്ലൊക്കെ ഉണ്ടാക്കി ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ മെഴുകൊക്കെ നമ്മുടെ വായിലല്ലെങ്കിൽ വെച്ചിട്ട് പ്രത്യേക അടയാളം എടുത്ത് അത് നേരെ കൊടുത്തു വിടുന്നത് ഇവരുടെ അടുത്താണ്. ഇവരായ നമ്മുടെ കണ്ണ് കാണാതെ പോലും പലരുടെയും വായിരിക്കുന്ന പല്ലൊക്കെ ഉണ്ടാക്കുന്ന ഈ മധുരൂരാങ്കൂറിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവിടെ നാരായണൻകുട്ടി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ജോലിക്കായിട്ട് വന്നു. നാരായണൻകുട്ടി അവരോടൊപ്പം താമസിച്ചത് ഒരു 9 മാസമാണ്. 9 മാസം കൊണ്ട് അവൻ ഈ തൊഴിലൊക്കെ പഠിച്ചു. നാരായണൻകുട്ടി അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് കൊല്ലത്തേക്ക് കടന്നുപോയി. ഞാൻ നാരായണൻകുട്ടിയെ പിന്നീട് ചാത്തന്നൂരിൽ വെച്ച് കാണുമ്പോൾ അവിടുത്തെ ഒരു സഭയുടെ നട്ടെല്ലായിട്ട് നിൽക്കുകയാണ്.
അപ്പം ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ ഭാഗത്തേക്കല്ലേ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്? അവൻ എന്നോട് പറഞ്ഞു, കാഞ്ഞിരപ്പള്ളിയിലെ രാജു സാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊച്ചുമോടെയൊക്കെ അവരുടെ ജീവിത ശൈലി കണ്ടപ്പോൾ, അവരെ നടത്തുന്ന ദൈവത്തെ ഇന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കും തോന്നി, എനിക്ക് യേശുവിനെ കാണണം. ഇവരവരോട് സുവിശേഷമൊന്നും പറഞ്ഞില്ല. രാജു സാറ് നാരായണൻകുട്ടിയോട് സുവിശേഷം പറഞ്ഞില്ല, കൊച്ചുമോള് പറഞ്ഞില്ല. പക്ഷെ ഇവര് അവരുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് നിൽക്കണം. അതായത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തിന്റെ ഗണത്തിൽ നമ്മളെയും കാണുവാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവരെ തെരഞ്ഞെടുത്തു. ആരെ? 9 പേര്, 7 പേര്. ആ 7 പേരിൽ ഒന്നാമൻ പീലിപ്പോസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കള് ഉള്ള അവരും പ്രവാചകന്മാരാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മൾ വായിക്കുന്നുണ്ട്, എത്യോപ്യ രാജ്ഞിയുടെ ആ ഷണ്ണന്റെ മന്ത്രിയുടെ അടുത്ത് അവനെ പോയി സുവിശേഷം അറിയിക്കുന്നതും അവന് രക്ഷയുടെ അനുഭവത്തിലേക്കൊക്കെ കടന്നു വരുന്നു. മറ്റുള്ളവരെ കുറിച്ചൊന്നും വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ സമയം പോരാ, ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്നാൽ തേപ്പാനോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നുണ്ട്, അവൻ കൃപയും ശക്തിയും നിറഞ്ഞവനായി. അപ്പൊ ഈ മേശമേലുള്ള ശുശ്രൂഷ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. 7 പേരേ ഉള്ളൂ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ. രാവിലെ കടുങ്കാപ്പി കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, പിന്നീട് ഇടയ്ക്ക് വേണമെന്ന് വരികിൽ ചൂടുകാലമൊക്കെ ആണെങ്കിൽ അവർക്ക് ഇടയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വെള്ളം കൊടുക്കണം. ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം, 4 മണിക്കത്തെ ചെറിയൊരു ചായ, അത് കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ഭക്ഷണം. ഏറ്റവും കുറഞ്ഞത് 5000 ഒന്ന് വീതം വെച്ച് നോക്ക്. 7 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ 490 പേരുടെ ഉത്തരവാദിത്വം ഒരു മനുഷ്യനാണ്, ഒരു പീലിപ്പോസിനാണ്, ഒരു തേപ്പാനോസിനാണ്. ഒന്ന് ചിന്തിച്ചേ, അവര് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കണം, എത്രയാ അവിടെ പാത്രങ്ങൾ കഴുകണം. ഇവരാണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ. ഇത് സാധാരണഗതിയിൽ ഈ അടുക്കളയിലൊന്നും പെരുമാറുന്നവർക്കൊന്നും വലിയ വിലയൊന്നുമില്ല. ചില സഹോദരിമാരോട് ഞാൻ ചോദിക്കും, എന്താ ജോലി? ജോലിയൊന്നുമില്ല. ഈ സഹോദരി ചെയ്യുന്നതിൻ്റെ അത്രയും ജോലി ആരാ ചെയ്യുന്നത്? സാധാരണ ചിലർ പറയാറുണ്ട് ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫല്ല, ഞാൻ പറയും ഹോം മെയ്ഡാണ്, ഹോം മേക്കറാണ്. ഒരു വീടിനെ പണിയുന്നത് ഇവരാ. എത്രമാത്രം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം, ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഭക്ഷണം വിളമ്പാവുന്ന നമ്മുടേതായിട്ടുള്ള കാന്റീനുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളുണ്ട്. അവിടെ അവർക്ക് പ്രസംഗം കേൾക്കണമെന്ന് താല്പര്യമുണ്ട്, ഇവിടെ വന്ന് ആരാധനയിൽ പങ്കുകൊള്ളണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അവരതിന് സമയം കിട്ടുന്നില്ല. അവർ പ്രത്യേക ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. നമ്മൾ വിചാരിക്കും ഇവൻ ഈ പ്രസംഗമൊന്നും കേൾക്കാതെ ദൈവവചനം അറിയാതെ കിടക്കുകയാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരും തേപ്പാനോസിന്റെ വംശാവലിയിൽപ്പെട്ടവരാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തേപ്പാനോസ് എന്ത് ചെയ്യുന്നറിയാമോ? 490 പേർക്ക് തേപ്പാനോസ് മാത്രം അവരുടെ ശുശ്രൂഷ ചെയ്യേണ്ട ഒരു മനുഷ്യനാണ്. അങ്ങനെ ശുശ്രൂഷ ചെയ്യേണ്ട ഒരു മനുഷ്യൻ അവനെന്ത് ചെയ്തു? കൃപയും ശക്തിയും നിറഞ്ഞവനായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ തുടങ്ങി. അവൻ നടക്കുന്ന നടപ്പിൽ ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവന്റെ മേൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി നിഴലിട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഏത് വഴിയിൽ കൂടെ നടക്കുമ്പോഴും ദൈവം നമ്മളെ കാണുന്ന ഒരു ദൈവമാണ്. ഈ KV ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പഴഞ്ഞിയിലുണ്ടായിരുന്നു. കുന്നംകുളത്തിനടുത്താണ് ഈ പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലം. അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിക്കുന്നവർ ഇട്ടിയേറുന്നാൽ. ഈ ജോസഫ് സഹോദരൻ പരസ്യയോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോകുന്നവന്, പകല് ജോലിക്കൊക്കെ പോകും, അടയ്ക്കാത്തോട്ടങ്ങളിലൊക്കെ പണിയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോകുന്ന അവസരത്തിലും ഒക്കെ അദ്ദേഹം ദൈവത്തെ ഇങ്ങനെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങൾ ഒത്തിരിയായി, ഏതാണ്ട് 80 കൊല്ലത്തോളമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 80 കൊല്ലം മുമ്പേ മരിച്ച ആ മനുഷ്യൻ ഏതാണ്ട് 100-ലധികം പാട്ടുകൾ എഴുതി. അതിലൊരു പാട്ടാണ് രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ തേടി ശൂലേമിയെ പോലെ നടകൊള്ളുന്ന ഒരു അനുഭവം. പരസ്യയോഗത്തിന് ആളിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പാടിയ പാട്ട. വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള മനുഷ്യനല്ല. ഇവിടെ ജോൺസൺ അച്ഛനും എല്ലാം കൂടെ ഒരു പാട്ട് പാടി. എൻ്റെ അയൽവക്കക്കാരത്തി എഴുതിയൊരു പാട്ടാണ്. എന്താ
പ്രാണനായക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടാണ്, ഞാൻ എൻ്റെ ആദ്യം ഓർക്കുന്നില്ല. അത് ആ സൂസൻ എന്നാണ് ആ പുള്ളിക്കാരത്തിൻ്റെ പേര്. WME സഭയുടെ പ്രസിഡൻ്റായിരിക്കുന്ന രാജുകുട്ടിയുടെ ഭാര്യയാണ്. സൂസന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ നമ്മൾ പാടാറുണ്ട്, എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ കാണുന്നില്ല ഉലകിലെന്നുള്ള ആ പാട്ടൊക്കെ എഴുതിയിട്ടുള്ള പാസ്റ്റർ CS മാത്യു, അദ്ദേഹത്തിന് ഇളയ മകളാണ് സൂസൻ. അപ്പോൾ ഈ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ പുറമേ ഉള്ള കണ്ണിന് കാഴ്ചശക്തിയില്ലാത്ത മനുവേൽ എന്ന് പറയുന്ന ഒരു ഉപദേശി, അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് മരിക്കുന്നത്, 2023 മരിക്കുന്നത്. അദ്ദേഹത്തിന് കാഴ്ചശക്തി ഒട്ടുമില്ലായിരുന്നു. റോഡിലൊക്കെ നിന്ന് പ്രസംഗിക്കും, നന്നായിട്ട് പാടുമായിരുന്നു. അദ്ദേഹമാണ് ഈ പാട്ട് ലോകം മുഴുവൻ കൊണ്ടു നടന്ന് പാടി. അതായത് എൻ പ്രാണനായക എന്ന് വരുമെന്നുള്ള, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 33-ാമത്തെ പാട്ടാണത്. ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാമോ? ഏതൊരു വ്യക്തി ജീവിതത്തിലും അവൻ കർത്താവിൻ്റെ കരങ്ങളിൽ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന് മറ്റേതിനേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അവന് തിളങ്ങുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, തിരുവചനം അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ അവിടെ എതിർക്കാനായിട്ട് തുടങ്ങിയ ആൾക്കാർ, ജനം രക്ഷിക്കപ്പെടാൻ തുടങ്ങി, ജനം ദൈവത്തെ അറിയാൻ തുടങ്ങി, യഥാർത്ഥമായി ദൈവത്തെ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഈ ഇവനോട് എതിർക്കാനായി, തേപ്പാനോസിനോട് എതിർക്കാനായിട്ട് തുടങ്ങി. നമ്മൾ വായിക്കുന്ന എവിടെയാ? അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അവിടെ ചിലരെ കാണുന്നു. ആരൊക്കെയാ? ലിബർത്തീനർ എന്ന് പറയുന്ന പള്ളിക്കാർ, കുറേനക്കാർ, അതുപോലെ തന്നെ മറ്റേത് കിലിക്കിയ സ്വദേശികൾ, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഈ ലിബർത്തീനർ എന്ന് പറയുന്നത് അവർ നേരത്തെ അടിമകളായിരുന്നു. ഈ അടിമകളായിട്ടുള്ളവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് അവരൊരു പള്ളി കൂടിയിട്ട് അവർ സിനഗോഗിൻ്റെ അകത്ത് അവർ ആരാധിക്കുന്നു. അവരുടെ ധാരണ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഞങ്ങൾക്കെല്ലാം അറിയാം. അടുത്തത് കുറേനക്കാരൻ, അവന് പാരമ്പര്യം പറയാൻ ഒത്തിരിയുണ്ട്. നമ്മുടെ കർത്താവ് വന്നപ്പോൾ കുരിശെടുക്കുവാൻ വയലിൽ നിന്ന് വന്ന കുറേനക്കാരനായ ശീമോനെ എടുത്തു. അത് മാത്രമാണോ? കർത്താവിൽ പ്രസിദ്ധരായിട്ടുള്ള രൂപോസിൻ്റെയും അതുപോലെ തന്നെ അവൻ്റെ അപ്പനായിട്ടുള്ള ശീമോൻ, അങ്ങനെ പ്രശംസ ഒത്തിരിയുള്ള കുറേനക്കാരൻ അവരും കൂടി. മറ്റേത് ഏതെന്നറിയാമോ? ഈ തർസോസിലുള്ളെങ്കിൽ കിലിക്കിയക്കാരനായിട്ടുള്ളത്, അവനാ ജ്ഞാനികളാണ്. ഗമാലിയേലിന്റെ കാൽപാദത്തിലിരുന്ന് പഠിച്ച ഈ പൗലിസ് അല്ലെങ്കിൽ ശൗല് ഈ സ്ഥലത്തു നിന്നുള്ളതാണ്. അതുപോലെ തന്നെ യഹൂദന്മാരായിട്ടുള്ളവർ, ഇവിടെ യവന ഭാഷയിലൊക്കെ പാണ്ഡിത്യമുള്ളവർ, അവരൊക്കെ വന്ന് ഈ തേപ്പാനോസിനോട് തർക്കിക്കാൻ തുടങ്ങി. അവരൊക്കെ പാണ്ഡിത്യമുള്ളവരാണ്. പൗലിസ് തന്നെ പറയുന്നതാണ്, ഗമാലിയേലിന്റെ കാൽപാദത്തിൽ ഇരുന്ന് പഠിച്ചവനല്ല, അങ്ങനെയുള്ള കഴിവുകളുള്ളവനാണ്. പക്ഷേ നമ്മൾ കാണുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അവനെ സംബന്ധിച്ചത് അവർക്കാർക്കും ഈ തേപ്പാനോസിന്റെ ജ്ഞാനത്തോട് എതിർത്ത് നിൽപ്പാനായിട്ട് സാധിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥമായി ദൈവിക ജ്ഞാനം പ്രാപിച്ചിട്ടുള്ള ഒരുത്തനോട് സംസാരിച്ച് അവനെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് സാധ്യമല്ല. ദൈവത്തിന് മഹത്വം. അതുമാത്രമാണോ? തേപ്പാനോസിന്റെ മുഖത്തേക്ക് അവർ നോക്കി. 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യം എന്താ പറയുന്നത്? അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെയായിരുന്നു. ഈ രക്ഷിക്കപ്പെട്ടവനെയും ദൈവത്തെ അറിയാത്തവനെയും ഒക്കെ കണ്ടാ തിരിച്ചറിയാം. വലിയ ടൈയും കോട്ടും കെട്ടിയിട്ട് ഉണ്ടെന്ന് വരികിലും ഒന്നുമില്ലാതെ നിൽക്കുന്നവനെയും ഒക്കെ കണ്ടാ തിരിച്ചറിയാം. ഒരു ദൈവവൈതലിന്റെ മുഖത്ത് ഒരു പ്രത്യേക പ്രസാദം കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം അവൻ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ തേപ്പാനോസിന്റെ അവൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കണമെന്ന് വരികിൽ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തേണ്ട പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരടുക്കളയിൽ പോയി കഴിഞ്ഞാൽ അടുക്കളയിലുള്ള സാധനങ്ങൾ എവിടെയായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എനിക്ക് പണ്ടൊരബദ്ധം പറ്റിയത്, ഞാൻ സൗദി അറേബ്യയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചേച്ച് ഭാര്യയും ഭർത്താവും ജോലിക്കും. ഈ രാവിലെ ഉണ്ടാക്കി വെക്കുന്ന ചായ ഫ്ലാസ്കിലിരുന്ന് 4 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിന് വേറെ ഒരു ടേസ്റ്റാണ്.
അതുകൊണ്ട് ഞാനവരോട് പറഞ്ഞു, നിങ്ങൾ ചായ ഒന്നും ഉണ്ടാക്കി വെക്കണ്ട, എന്നെ നിങ്ങളുടെ ഈ കുക്കിംഗ് റേഞ്ചൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ആ തരത്തിലുള്ള കുക്കിംഗ് റേഞ്ചൊന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അവരെന്നെ അതൊക്കെ കാണിച്ചു തന്നു. എന്നിട്ട് അവിടെ പാലിരിക്കുന്നത് കാണിച്ചു, പാൽപ്പൊടി ഇരിക്കുന്നതൊക്കെ എന്നെ കാണിച്ചു. ഞാൻ ഇതെല്ലാം കണ്ടു. ഞാൻ വെള്ളമെടുത്തു, അതിനകത്തേക്ക് പാലൊക്കെ ഒഴിച്ച് ഈ കുക്കിംഗ് റേഞ്ച് ഓണാക്കി. പക്ഷേ ഇവിടെ ചായപ്പൊടി ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടുത്തെ ഷെൽഫ് മുഴുവൻ തപ്പുകയാണ്, എവിടെയാണെന്ന് അറിയത്തില്ല. അടുക്കള എനിക്ക് പരിചയമില്ല. ഞാൻ തപ്പി വന്നപ്പോഴത്തേക്ക് ഈ പാല് മുഴുവൻ തിളച്ചു തൂകി. ദോഷം പറയരുതല്ലോ, അവരുടെ ആ കുക്കിംഗ് റേഞ്ച് മുഴുവൻ ഭംഗിയായിട്ട് ഞാൻ തുടച്ചു കൊടുത്തു. കാരണം അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. കാരണം ഇതിനെ ഒരു പരിചയമില്ല. നമുക്കും ദൈവവചനത്തെ ഒരു പരിചയമില്ല. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ശത്രുവിനോട് എതിർക്കണമെന്ന് വരികിൽ വചനമെന്ന ആത്മാവിൻ്റെ വാള് നമ്മൾ ധരിക്കണം. എവിടെയാ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നറിയാൻ നമുക്ക് സാധിക്കത്തില്ല. ചില പള്ളികളിലൊക്കെ 51-ാം സങ്കീർത്തനം 52 ഞായറാഴ്ച ഏറ്റുപറയുന്നത് മാത്രം അറിയാവുന്നത്, മറ്റുള്ളത് ഒന്നും നമുക്കറിയത്തില്ല. അങ്ങനെയല്ല പ്രിയ സഹോദരങ്ങളെ, യഹോവയുടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു ചെല്ലണം. അവൻ വചനമയച്ച് സൗഖ്യമാക്കുന്നവനാണ്, അവൻ നമ്മെ വിടുവിക്കുന്നവനാണ്. ആ വചനത്തിൻ്റെ ശക്തിയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും കിട്ടുന്നത് എന്നുള്ളത്. ഹല്ലേലൂയ! ഈ രാത്രി നമ്മൾ മനസ്സിലാക്കി, ഈ പകലില് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് കടന്നു വരട്ടെ. എന്താ നമ്മൾ കാണുന്ന ഒരു കാര്യം? അവൻ വചനം സംസാരിച്ചു. ഈ ഗമാലിയേലിന്റെ കാൽപാദത്തിൽ ഇരുന്ന് പഠിച്ച പൗലുസിന് അല്ലെങ്കിൽ ശൗലിന് അവനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവർ ചെയ്ത ഒരു പരിപാടി. എന്താ പരിപാടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവന്റെ നേരെ കയർക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി, അവനെ കല്ലെറിയാൻ തുടങ്ങി. ഒന്നും ഒത്തില്ലെങ്കിൽ നടത്തുന്ന ഒരു കാര്യമാണല്ലോ. ഈ കാലങ്ങളിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൻ്റെ അകത്തൂടെ എന്തെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞ് അങ്ങ് മെസ്സേജുകൾ അയക്കുക. എത്രയോ പ്രിയപ്പെട്ടവരെ കൊന്നിട്ടുണ്ട്. നമുക്കറിയാം, കായീൻ സോരനിയനെ ഹാബേലിനെ കൊന്നുള്ളൂ. പക്ഷേ ഇന്ന് കൊല്ലപ്പെടുന്നതിന് കണക്കും കഴിയുമൊന്നുമില്ല. ഞാൻ ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അംഗമാണ്. അപ്പോൾ അത് നമ്മുടെ സഭകളുടേത് കൊണ്ട് മറ്റുള്ളതിൻ്റെ അകത്തുമുണ്ട്. ചിലത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,1500 മെസ്സേജുകൾ ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല. അത് നോക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളടക്കം എനിക്ക് അറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നിട്ടുള്ള ഇലക്ഷനുകളുടെ ഫലമായിട്ട് കേസുകളൊക്കെ കൊടുത്തിട്ടുള്ളവർ കൊടുക്കുന്ന വാർത്തകളുമൊക്കെ പലരെയും മോശക്കാരാക്കി അവരുടെ കുടുംബ ബന്ധങ്ങളെ തന്നെ തകർത്ത് കളയുന്ന മെസ്സേജുകളാണ് കൊടുക്കുന്നത്. അനേകരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരനുഭവം. കല്ലെറിയുക, ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കല്ലെറിയുക. ഇന്ന് കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ അവസ്ഥാവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു പോകേണ്ടി വന്നു. ഞാൻ വേഗത്തിൽ ചില നിമിഷങ്ങളുടെ ഉള്ളിൽ വാക്കുകളെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത്, നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 55-56 വാക്യം, അവിടെ ശീമോൻ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അപ്പോ ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് യേശു കർത്താവ് ശീമോൻ പത്രോസിനെ വിടുവിച്ചില്ല? എന്തുകൊണ്ടാണ് ശീമോൻ പത്രോസിനെ കല്ലേറ് കൊള്ളുവാൻ എന്തുകൊണ്ട് സമ്മതിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണെന്നറിയാം? ക്രിസ്തു എന്ന തലയോളം ശീമോൻ പത്രോസ് വളർന്നു കഴിഞ്ഞു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 മൊഴികൾ നമുക്ക് നല്ല നിശ്ചയമുണ്ട്. ആ മൊഴികളുടെ ആദ്യത്തേതും അവസാനത്തെയും മൊഴി ശീമോൻ പത്രോസ് സ്തെഫാനോസ് പറഞ്ഞു, ഇവരുടെ പാപം നിലനിർത്തരുത്, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഫലമേൽപ്പിക്കുന്നു. അവൻ കല്ലേറ് കൊള്ളുമ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുക. യഥാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസി, ആത്മാവിൽ നിറഞ്ഞ ഒരു വിശ്വാസി പ്രതിസന്ധികളുടെ മധ്യത്തിലും ആത്മാവിൽ നിറയുക. ഈ പകലിൽ റാണി മരിയയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക. പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള റാണി മരിയ, 7 മക്കളാണ് അവിടെ അപ്പനുണ്ടായിരുന്നത്. രണ്ടാമത്തവളായിരുന്നു ഈ മരിയ. അവളെ സംബന്ധിച്ചിടത്തോളം അവള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ്കൻ സഭയിലെ, കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീകളുടെ ഒരു ഗണത്തിലേക്ക് അവൾ ചേർക്കപ്പെട്ടു. അവൾ പിന്നീട് പഠിച്ചു.
അതിൻ്റെ അകത്ത് കഴിഞ്ഞതിന് ശേഷം സഭാവസ്ത്രം സ്വീകരിച്ചു. അവളെ വിട്ടത് ഇൻഡോറിലേക്കാണ്. ഇൻഡോറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ഉള്ള ആൾക്കാർ പലരും വിദ്യാഭ്യാസമില്ലാത്തവരാണ്. അവരെ ജന്മികൾ പീഡിപ്പിക്കുകയാണ്. അവർക്ക് വേണ്ടത്ര ഭക്ഷണമൊന്നും കിട്ടത്തില്ല. അവരുടെ പെൺകുട്ടികൾ വഷളാക്കപ്പെടുന്നു. റാണി മരിയ ആദ്യം അവിടെ തുടങ്ങിയത് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനമാണ്. അവർ ഈ ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടുത്തെ സ്ത്രീകൾക്ക് ചില കൈത്തൊഴിലുകളൊക്കെ കൊടുത്ത് അവർക്ക് പണം സമ്പാദിക്കാനായിട്ടുള്ള പരിപാടികൾ, ആടിനെ വാങ്ങിച്ചു കൊടുക്കുന്നു, പശുവിനെ വാങ്ങിച്ചു കൊടുക്കുന്നു, കോഴിയെ കൊടുക്കുന്നു, അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു. അവളൊരു ചെറിയ സ്കൂൾ തുടങ്ങി റാണി മരിയ. അപ്പോൾ ഈ കുട്ടികളുമൊക്കെ പഠിച്ച് ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജന്മികളുടെ ചെയ്യുന്ന ഇത്ര രൂപ കടം വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അവർ പറയും അത്രയും വാങ്ങിച്ചിട്ടില്ലല്ലോ, ആ കരാറിൻ്റെ അകത്ത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ജന്മികൾ തീരുമാനിച്ചു, ഈ റാണി മരിയയെ ഇനി മുന്നോട്ട് വെച്ചാൽ ഇവിടെ നമ്മുടെ ലാഭത്തിന് കുറവ് വരും, അതുകൊണ്ട് അവളെ ഇല്ലായ്മ ചെയ്യണം, അവളെ നശിപ്പിക്കണം. ഈ നിങ്ങളൊക്കെ വിചാരിക്കും, പലപ്പോഴും പത്രങ്ങളിൽ കാണാറുണ്ട്, ഈ ക്രിസ്ത്യാനികൾ വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അവിടെ സ്കൂളുകൾ, അവിടെ ആൾക്കാരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നു. ചുമ്മാ പറയുന്നതാണ്. ഈ 3 കൊല്ലത്തിന് എനിക്ക് ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് എല്ലാ വർഷങ്ങളിലും ഞാൻ ഈ വടക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അവിടെയുള്ള വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരൊറ്റയൊരിടത്തും പണം കൊടുത്തൊന്നുമല്ല ഒരുത്തരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? പറയാനുള്ള കാരണം അവിടെയുള്ള ഈ സാധാരണ ഗോത്രവർഗക്കാരെ ഇവരെ അടക്കി വെച്ചുകൊണ്ടായിരുന്നത്. അവരെ കൊണ്ട് പേടിപ്പിച്ചാണ് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. കൊടുക്കേണ്ടിയ ശമ്പളം കൊടുക്കത്തില്ല. എഴുത്തും വായനയും അറിയാത്ത സമൂഹം. എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾ, മിഷണറിമാർ അവിടേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അവരവിടെ സ്കൂളുകൾ സ്ഥാപിച്ചു. അവരക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. അക്ഷരാഭ്യാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർ മനസ്സിലാക്കി. ലഭിക്കേണ്ട നീതിയെക്കുറിച്ച് അവർ മനസ്സിലാക്കി. ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഒന്നും കൊടുക്കാതെ ഇടയ്ക്ക് നിന്ന് ഉദ്യോഗസ്ഥ വൃന്ദവും ഈ ജന്മികളും കൈവശപ്പെടുത്തുന്നത് മനസ്സിലാക്കി. ആണ് ഇവരെ പഠിപ്പിച്ച ഈ ക്രിസ്ത്യാനികളെ വേണ്ട എന്ന്, അല്ലെങ്കിൽ മിഷണറിമാരെ ഓടിക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. വെറുതെ പറയുന്നതല്ലേ, വെറുതെ അങ്ങനെ ഒരു സംഭവമല്ല. ഒരിടത്തും ആരെയും നിർബന്ധിച്ച് അങ്ങനെ മതം ചേർത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ പറയുന്നവർക്ക് തന്നെ പറയാനുമില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നോക്കണം, റാണി മരിയ ഒരു ദിവസം ബസ്സിൽ നാട്ടിലേക്ക് പോരാൻ തുടങ്ങുമ്പോൾ, നാട്ടിൽ വരുന്നത് വേണ്ടപ്പെട്ടവരെ കാണാനല്ല, ഇവിടെയുള്ള ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നല്ല ഡ്രസ്സുകൾ കൊണ്ടുപോയിട്ട് ഇൻഡോറിലെ അവള് പ്രവർത്തിക്കുന്ന ആ ഗ്രാമത്തിലേക്ക് അവൾ കൊണ്ടു നടന്ന് കൊടുക്കുമായിരുന്നു. ആ കൊടുത്തുകൊണ്ടിരുന്ന അവസരത്തിൽ ആ ഡ്രസ്സ് കളക്ട് ചെയ്യാനാണ് വന്നത്. പക്ഷേ ഇവളുടെ യാത്രയെക്കുറിച്ച്, ഈ കന്യാസ്ത്രീയുടെ യാത്രയെക്കുറിച്ച് മനസ്സിലാക്കിയ ജന്മിമാർ ചെയ്തതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവരെന്താ ചെയ്തതെന്നറിയാമോ? അവര് പ്രത്യേകമായി ഒരാളെ കൂലിക്കെടുത്തു, ഒരു കൊട്ടേഷൻ കൊടുത്തു. സമുദ്രസിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാള് ഇവർ പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ഇൻഡോറിൽ നിന്ന് ഒരു 110 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സ്ഥലത്ത് വന്നപ്പോൾ, അതൊരു വിജനമായ പ്രദേശമാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ബസ് നിർത്തി ഒരു തേങ്ങ ഉടച്ചു. എന്നിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ എല്ലാവർക്കും കൊടുത്തു. റാണി മരിയയ്ക്ക് നീട്ടി. റാണി മരിയ അതവിടുത്തെ ഒരു ചടങ്ങ്. എന്തെങ്കിലും സന്തോഷമൊക്കെ വരുമ്പോൾ ആൾക്കാർ ഈ തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ കഷ്ണങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. റാണി മരിയ കൈ നീട്ടിയിട്ട് അവിടെ കൊടുത്തില്ല. അവളെ പിടിച്ചു. അവർ പിടിച്ച് നിർത്തിക്കഴിഞ്ഞിട്ട് 54 കുത്തുകുത്തി. എന്നിട്ട് അവസാനം മരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കഴുത്ത്, ഈ കണ്ടനാളം അറുത്തു കളഞ്ഞു. അന്ന് അത് കണ്ടതായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്: ഓരോ കുത്തുകൊള്ളുമ്പോഴും യേശുവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ കന്യാസ്ത്രീ ഇരുന്നത്. അവരുടെ ആലങ്കാരിക ഭാഷയാണെങ്കിലും
പറയുന്ന ഇങ്ങനെയാണ്, ഈ തൊണ്ട ഇങ്ങനെ ഈ ശ്വാസനാളം മുറിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് വരുന്ന ആ കൊമളയ്ക്ക് പോലും യേശു എന്നുള്ള വിളിയാണുള്ളതെന്ന് പറഞ്ഞു. സമുദ്രസിംഗ് എന്ത് ചെയ്യുന്നറിയാമോ? ജയിലിലായി. അയാളെ 12 വർഷത്തേക്ക് ശിക്ഷിച്ചു. ഒരു ദിവസം സമുദ്രസിംഗിനെ തേടി ഒരു കന്യാസ്ത്രീ വന്നു. അവളുടെ പേര് സലോമി എന്നാണ്. അത് ഈ റാണി മരിയയുടെ അനുജത്തിയാണ്. അവൾ വന്നിട്ട് ഈ സമുദ്രസിംഗിനോട് പറഞ്ഞു, നീ എൻ്റെ സഹോദരനാ, യേശു നിന്നെ സ്നേഹിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞു. അന്ന് സാധുവച്ചൻ എന്ന് പറയുന്ന ഒരു പട്ടക്കാരനും ഇവളോടുകൂടെ കടന്നുപോയി. അവിടെ വെച്ച് സമുദ്രസിംഗിന് ഒരു വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായി. സമുദ്രസിംഗ് അമ്മ ഈ റാണി മരിയയുടെയൊക്കെ അപ്പനെയും അമ്മയും കാണുവാൻ ഇവിടേക്ക് കടന്നു വന്നു. പുല്ലുവഴിയിൽ വന്നു. എൻ്റെ കൈവശം അതിൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. ഈ സമുദ്രസിംഗിൻ്റെ 2 വശത്തും നിന്നിട്ട് റാണി മരിയയുടെ പിതാവ് പൈലിയും അമ്മ എലിസബയും ചേർന്നിട്ട് 2 കവിളിലും ഉമ്മ കൊടുത്തുകൊണ്ട് അവനോട് പറഞ്ഞു, ഞങ്ങളുടെ മകളെ കൊന്നതിന് ഞങ്ങൾക്ക് നിന്നോട് ഒരു വിരോധവുമില്ല, പ്രയാസമുണ്ട്. യേശു നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങളും നിന്നെ സ്നേഹിക്കുന്നു. ഇത് ഞാൻ ചോദിക്കട്ടെ, നമ്മളാണെങ്കിൽ അത് സമ്മതിക്കുമോ? നമ്മളാണ് എന്ന് വരികിൽ ഈ സ്നേഹം പകരാൻ നമ്മൾ സഹായിക്കുമോ? പക്ഷേ ഇവിടെ മനസ്സിലാക്കണം, യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ ആരാധന, യഥാർത്ഥ പരിശുദ്ധാത്മാവിന് നിറവുള്ളവർക്ക് ഏതും ക്ഷമിക്കാനുള്ള ഒരു കഴിവുണ്ടാകും. റാണി മരിയയുടെ കുടുംബത്തിന് സാധിച്ചു, നമ്മൾക്ക് സാധിക്കണം. ഈ ക്രിസ്തീയ വിശ്വാസം അതാണ്. യേശു ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിലും ഉണ്ടാകണം. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തോടുകൂടെ മുന്നോട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. തടസ്സങ്ങളെ മാറ്റിത്തരുന്ന ഉന്നതനായിട്ടുള്ള ഒരു ദൈവം, ആ ദൈവം ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. യഥാർത്ഥമായി ആ ദൈവത്തെ നമുക്കൊന്ന് കണ്ടെത്താം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. തേപ്പാനൂസ് 1ാമത്തെ രക്തസാക്ഷിയ. ഞങ്ങളുടെ പള്ളിയുടെയും പേര് തേപ്പാനൂസിന്റെ നാമത്തിൽ ആ പള്ളി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സെന്റ് സ്റ്റീവൻസ് CSI ചർച്ച് കൊറ്റനാട്. ഞാനിത് ഓർപ്പിക്കാൻ വന്നത് എന്തിനെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, തേപ്പാനൂസിന്റെ ജീവിതം 1ാമത്തെ രക്തസാക്ഷി. അധികം പ്രസംഗിച്ചു ഒന്നുമില്ല. അവൻ കല്ലേറുകൊള്ളുമ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി. 41ാമത് കൺവെൻഷന്റെ അകത്ത് പങ്കുകൊള്ളുന്നവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, ആത്മാവിൽ ആരാധിക്കട്ടെ, അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ, പുതുക്കപ്പെട്ട അവസ്ഥയിലേക്കായി തീരാം. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ലൂക്കോസ് അച്ഛനിക്ക് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, മഹത്വം. പ്രാർത്ഥിക്കാം. പരിശുദ്ധത്തിനും മാറിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ ആ സമയത്ത് ആത്മാവിൽ ആരാധിക്കുന്നതിൻ്റെ അതിശക്തമായ ഒരു സന്ദേശം നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നൽകി തന്നതിനായി ഞങ്ങൾ നിനക്ക് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി കോടാകോടി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നവയായി തീരുവാൻ, ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾ ആരാധിച്ച് ആത്മാവിൻ്റെ കൃപയിൽ ജീവിച്ച് നിത്യതയിൽ വന്ന് ചേരുവോളം കർത്താവെ ഞങ്ങൾക്ക് നിന്റെ ആത്മകൃപയിൽ പകർന്ന ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട ഓരോ ജീവിതങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ഹൃദ്യമായി ഇടപെടുന്നതിനെ ഓർത്ത് സ്തോത്രം. വിഭാവശാന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ വചനം സംസാരിപ്പാൻ ദൈവം തന്നെ ദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. തുടർന്ന് വൈകിട്ട് നടക്കുന്ന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനുള്ള ജനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ജനത്തെ കൂട്ടിവരുത്തി അനുഗ്രഹീതമായ സന്ദേശം കേട്ട് ഞങ്ങളുടെ ജീവിതം ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന അനുഭവത്തിലായി തീരുവാൻ സഹായിക്കണം. സകല മഹിമയെ മുഖത്തോന്നി എടുക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ.